കൃഷ്ണേട്ടനെയും പൊന്നൂനെയും വീട്ടിലാക്കിയിട്ട് രാവിലത്തെ പണികളൊക്കെ വേഗം ഒരുക്കി വെച്ചിട്ട് ഞാൻ മണ്ണാർക്കാട്ടേക്ക് ബസ് കയറി കേട്ടോ. എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. പോകുന്ന വഴിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് മഴ പെയ്യരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേട്ടോ. എന്തായാലും ഞാൻ മണ്ണാർക്കാട് എത്തണ വരെ മഴയൊന്നും പെയ്തില്ല. അങ്ങനെ ഞങ്ങളുടെ നൊട്ടമല വളവ് എത്തി കേട്ടോ. നൊട്ടമല വളവ് കഴിഞ്ഞ് കുറച്ചും കൂടെ പോയാൽ മതി മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെത്താൻ. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. കുട്ടേട്ടൻ്റെ റൂമിൽ പോയപ്പോൾ അവിടെ സന്തോഷേട്ടനും സത്യേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് കാലിന്. അവൻ്റെ കാലിൻ്റെ എല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്റ്റിലാണ്. അവരെല്ലാവരും അവിടെ ഇരുന്ന് വർത്തമാനം പറയുമായിരുന്നു കേട്ടോ ഞാൻ ചെല്ലുമ്പോൾ. പിന്നെ എനിക്ക് സംഗീത ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ചായയൊക്കെ കുടിച്ചു. അമ്മ അപ്പോഴേക്കും പുഴുങ്ങിയ മുട്ടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ചോറ് ഉണ്ണാണ്ടിരിക്കുന്നത് ഒരു മോശമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചോറുണ്ണാണ് കേട്ടോ. ഏട്ടൻ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്തി വരുന്നതിൻ്റെ മുമ്പേ കുറച്ച് ചോറുണ്ണട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ ഉണ്ടു. ചക്കക്കുരും കുമ്പളങ്ങയും കറി വെച്ചിട്ടുണ്ട്. ബീൻസ് ഉപ്പേരിയും പപ്പടവും ചക്കക്കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കുറച്ച് ചോറുണ്ട് കേട്ടോ. അപ്പോഴേക്കും മന്തി അവിടെ എത്തിയിട്ടുണ്ട്. മന്തി ഓർഡർ ചെയ്തത് കൊണ്ടുവന്നു. അങ്ങനെ സംഗീത മന്തി കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. പിന്നെ എനിക്കത് കഴിക്കാനുള്ള സ്ഥലമൊന്നും വയറിലുണ്ടായിരുന്നില്ല. ഞാനതങ്ങനെ പാഴ്സലാക്കാമെന്ന് വിചാരിച്ചു. പൊന്നൂന് വേണം പറഞ്ഞിട്ടാണ് കേട്ടോ അത് വാങ്ങിയത് തന്നെ. അപ്പോൾ അങ്ങനെ അത് ഓരോന്നായിട്ട് അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ മന്തി റൈസും അൽഫാമും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് പാക്കറ്റൊക്കെ ഒന്ന് തുറന്ന് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പൊന്നൂന് വേണ്ടത് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഞാൻ. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഞാൻ കഴിക്കാൻ നിന്നില്ല. എനിക്ക് മഴ വരുന്നതിൻ്റെ മുമ്പ് തിരിച്ച് പോകും കൂടെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മന്തി റൈസിന്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അധികം മട്ടയ്ക്കൊന്നുമില്ല, അങ്ങനത്തെ ഒരു തരം റൈസ് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ചക്ക ചേച്ചി കൊണ്ടുവന്നതാണ് ഇത്ര ചക്ക. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അതൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞതാണ് അമ്മ. അവർക്ക് എല്ലാവർക്കും ഷുഗർ ആയതുകൊണ്ട് എപ്പോഴൊന്നും തിന്നാനും പറ്റില്ലല്ലോ പഴുത്ത ചക്ക. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ അച്ഛനുണ്ടെങ്കിൽ ഞാനിങ്ങോട്ട് ഓടിപ്പടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ എനിക്ക് അവിടെ എത്തിച്ച് തന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ അച്ഛനില്ലല്ലോ, അതുകൊണ്ടാണ്. ഏട്ടനാണെങ്കിൽ കാലും കൊണ്ടും വയ്യ കൊണ്ടുവന്ന് തരാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങോട്ട് ഓടിപ്പടഞ്ഞ് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ കറിവേപ്പിലയും കൂടെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രത്തിൽ നിറയെ കുമ്പളങ്ങയുടെ ഇല പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങയുടെ ഇല വറ്റിച്ച് കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ അച്ഛൻ എവിടെയെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവില്ലേ. അച്ഛനിത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അച്ഛനില്ലാണ്ട് ഞങ്ങളുടെ ഫാമിലി പൂർണ്ണമാവില്ലല്ലോ. അച്ഛനിത് അവിടെ അച്ഛൻ്റെ അച്ഛമ്മയുടെയൊക്കെ കൂടെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ വിട്ട് പോയിട്ട് 4 മാസമായി. അപ്പോൾ അച്ഛൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് ഞാനിത് ഇറങ്ങുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കവറിന്. ചക്കയ്ക്ക് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി സാധനങ്ങളൂടെ ആയപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു പോവാൻ സ്റ്റാൻഡ് വരെ കേട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ കസിൻ തന്നെയാണ് കേട്ടോ, മുത്തുട്ടിയേട്ടൻ. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ കയറി എല്ലാവരുടെ അടുത്തും ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പോന്ന് മണ്ണാർക്കാട് സ്റ്റാൻഡിലെത്തി ബസ് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.